ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഹെർബാലൈഫുമായി ബന്ധപ്പെട്ട വളരെ കോമൺ ആയിട്ട് ഒരുപാട് വ്യക്തികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്. കമൻറ്റ് രൂപത്തിലാണ് സംശയം വന്നിരിക്കുന്നത്. സംശയം എങ്ങനെയാണ്? സൈഡ് എഫക്ട്സ് ഉണ്ടാകുമെന്ന് പറയുന്നത് സത്യമാണോ? ഇത് യൂസ് ചെയ്ത് എല്ലാവരും ഇത് പറയുന്നു. ഈ ഒരു ചോദ്യത്തിനുള്ള റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് കൊടുക്കുന്നത്. നിങ്ങൾ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ല ക്ലാരിറ്റി ലഭിക്കത്തുള്ളൂ. അതുകൂടാതെ നിങ്ങളുടെ പ്രോഗ്രാം ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് സഹായപ്രദമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഹെർബാലൈഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സൈഡ് എഫക്ട്സ്. നോർമലി ഞാനൊരു 7 വർഷക്കാലമായിട്ട് ഹെർബാലൈഫ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് വ്യക്തികളെ കോച്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വ്യക്തി റിസൾട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഒരു സൈഡ് എഫക്ട്സിൻ്റെ ഇഷ്യൂ ഇതുവരെ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല, എൻ്റെ കസ്റ്റമേഴ്സിന് ഫേസ് ചെയ്തിട്ടില്ല. ഇനി കൃത്യമായിട്ട് പറയുവാണെങ്കിൽ പ്രോഗ്രാം ചെയ്യാത്ത, അതിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത, അതിൽ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചിട്ട് നടക്കാത്ത വ്യക്തികൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു റൂമർ മാത്രമാണ് ഈ സൈഡ് എഫക്ട്സ്. കൃത്യമായിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി എല്ലാ ലോയും എല്ലാ പേപ്പർ വർക്കുകളും ഗവൺമെൻറ്റുമായിട്ട് എല്ലാ ലാബ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഇറക്കുന്നത്. അതല്ലാതെ ഒരു ലേബലും ഇല്ലാതെ, ഒരു പേപ്പർ വർക്കും ഇല്ലാതെ, ഒരു സർട്ടിഫിക്കേഷനും ഇല്ലാതെ എല്ലാ പ്രൊഡക്റ്റും തന്നെ ഇറക്കുന്നത്. ഇത്രയും വലിയ കമ്പനി ഇത്രയും വലിയ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അതിൻ്റെ അനുബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യത്തുള്ളൂ, കസ്റ്റമേഴ്സിന് കൊടുക്കത്തുള്ളൂ. അതുകൂടാതെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്ന പറയുന്നതാണ് എല്ലാവരും ചെയ്യുന്നത്. ഇതുവരേക്കും ഒരു സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് ഒരു ഹെൽത്ത് ഇഷ്യൂസോ അതിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസോ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യങ്ങളൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്, 7 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ വ്യക്തികൾക്കും പേഴ്സണലൈസ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഒരു കോച്ചിൻ്റെ സപ്പോർട്ടില്ലാതെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മേ ബി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരിക്കാം. കൃത്യമായിട്ട് കമ്പനിയെ പറയുന്നുണ്ട്, ഒരു കോച്ചിൻ്റെ ഗൈഡൻസിൽ മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക, നല്ല പ്രൊഡക്റ്റ് വാങ്ങുക, നല്ല രീതിക്ക് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത്. അതായത് പല പ്രൊഡക്ട്സുകളും പല മെത്തേഡിലാണ് വരുന്നത്. ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പേഴ്സണലൈസ് ചെയ്തിട്ട് ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. അതുകൂടാതെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴോ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോഴോ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴോ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഒരു സൈഡ് എഫക്ട്സ് എന്ന് പറയാനായിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്ത് വെയിറ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ആവാതെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ വെയിറ്റ് റീഗെയിൻ ആവുന്നതാണ്. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാതെ ഇടയിൽ വെച്ചൊരു പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം റൊട്ടീൻസ് എല്ലാം തെറ്റിച്ച് ഭക്ഷണം വാരി വലിച്ച് കഴിക്കാനായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാവും. ആ ഒരു കാര്യം ഫോളോ ചെയ്ത് മുന്നോട്ട് പോകും. ഇങ്ങനെ പെട്ടെന്ന് വെയിറ്റ് ഷൂട്ടപ്പ് ആവും. ഇങ്ങനെ വെയിറ്റ് ഷൂട്ടപ്പ് ആവുന്ന വ്യക്തികൾ പറയുന്നത്, ഞാൻ പ്രോഗ്രാം ചെയ്തു, എനിക്ക് റിസൾട്ട് ലഭിച്ചില്ല, നിർത്തിയപ്പോൾ പെട്ടെന്ന് വെയിറ്റ് റീഗെയിൻ ആയെന്നുള്ളതാണ്. ഒരിക്കലും അവർ പറയുന്നില്ല ഞാൻ ഭക്ഷണം വാരി വലിച്ച് കഴിച്ചിട്ടാണ് വെയിറ്റ് കൂടിയെന്നുള്ളത്, ഒരിക്കലും പറയത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂ മാത്രമാണ് ഇതുവരെയും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. അതല്ലാതെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാകുമെന്ന് പറയുന്നത് സത്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമല്ലെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് ഒരു ഇഷ്യൂസും ഇല്ലാതെ നല്ല റിസൾട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഏത് പ്രോഗ്രാം തന്നെ ചെയ്ത് കഴിഞ്ഞാലും നല്ല റിസൾട്ട് ലഭിക്കണമെങ്കിൽ നല്ലൊരു കോച്ചിൻ്റെ കയ്യിൽ നിന്ന് ഒറിജിനൽ പ്രോഡക്ട്സ് വാങ്ങുക. കൃത്യമായിട്ട് കോച്ചിൻ്റെ ഗൈഡൻസിൽ മാത്രം പ്രോഗ്രാം യൂസ് ചെയ്യുക. കൃത്യമായിട്ട് കോച്ചിൻ്റെ ഗൈഡൻസിൽ മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. നല്ല രീതിക്ക് മുന്നോട്ട് പോവുക, നല്ല രീതിക്ക് ഫോളോ ചെയ്യുക, നല്ല റിസൾട്ടുകൾ ലഭിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്ത് സഹായിക്കുന്നതാണ്. എൻ്റെ നമ്പർ താഴെ കൊടുത്തിരിക്കാം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവരും ഹാപ്പി ഹെൽത്തി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക്